നമസ്കാരം. ഗ്രാമി ഉച്ചവാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. യേശു ക്രിസ്തു അനുഭവിച്ച പീഡാനുഭവത്തിന്റെ സ്മരണയിൽ വടക്കേ കാരമുക്ക് സെന്റ് ആൻഡ്രീസ് പള്ളിയിൽ ദുഃഖവെള്ളിയാചരണം നടത്തി. വെള്ളിയാഴ്ച രാവിലെ തിരുകർമ്മങ്ങൾ ആരംഭിച്ചു. പള്ളി വികാരി ഫാദർ പ്രതീഷ് കല്ലറയ്ക്കൽ കാർമ്മികത്വം വഹിച്ചു. തിരുകർമ്മങ്ങൾക്ക് ശേഷം വൈകിട്ട് വരെ പുത്തൻപാന പാരായണം നടത്തി. വൈകിട്ട് സെന്റ് ജോസഫ് കുരിശുപള്ളിയിൽ നിന്ന് ആരംഭിച്ച നഗരി കാണിക്കൽ പ്രദക്ഷിണം വൈകിട്ട് ഇടവക പള്ളിയിൽ എത്തിച്ചേർന്നു. തുടർന്ന് വിശുദ്ധ കുരിശിന്റെ ആശീർവാദവും നടത്തി. യേശു ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മ പുതുക്കി അന്തിക്കാട് ഇടവകയിൽ ദുഃഖവെള്ളി ആചരിച്ചു. രാവിലെ നടന്ന തിരുകർമ്മങ്ങൾക്ക് ശേഷം കുരിശ് ചുംബിക്കൽ നടന്നു. തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ഡഗ്ലസ് പീറ്റർ ചെഴുവത്തൂർ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് നടന്ന പീഡാനുഭവ സന്ദേശത്തിന് ഫാദർ ഫ്രിൻഡോ ജോർജ് നേതൃത്വം നൽകി. തുടർന്ന് നടന്ന നഗരി കാണിക്കൽ ചടങ്ങിന് നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ചടങ്ങുകൾക്ക് മദർ സുപ്പീരിയർ സിസ്റ്റർ ബോബി, കൈക്കാരന്മാരായ ജോസ് എടക്കളത്തൂർ, ജോസഫ് പെരുമാടൻ, ഹൈസൻ താണിക്കൽ, കേന്ദ്ര സമിതി കൺവീനർ കെ എൽ വർഗീസ്, സെക്രട്ടറി വിൻസെന്റ് കെ വർഗീസ്, പിആർഒ ജോയ് സി ടി, സെബാസ്റ്റ്യൻ എം ടി, തോമസ് കെ എൽ, ജൂവിൽ ജോസ്, ഫിൽസൺ ആന്റോ, ജോണി സി ഡി, KCYM പ്രവർത്തകർ, കുടുംബ കൂട്ടായ്മ പ്രസിഡന്റുമാർ, ദർശനസഭാ അംഗങ്ങൾ, മതബോധന യൂണിറ്റ്, പ്രാർത്ഥനാ ഗ്രൂപ്പ്, ഗായക സംഘം തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃപ്രയാർ സെന്റ് ജൂഡ് ഇടവക ദേവാലയത്തിൽ ദുഃഖവെള്ളിയോടനുബന്ധിച്ച് നടന്ന പരിഹാര പ്രദക്ഷിണത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. വൈകിട്ട് ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച പ്രദക്ഷിണം ദേവാലയത്തിൽ തന്നെ എത്തിച്ചേർന്നു. വികാരി ഫാദർ പോൾ കള്ളിക്കാടൻ, കൈക്കാരന്മാരായ ആന്റണി KA, റോബിൻ CP, കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി കൺവീനർ റോബിൻ CJ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് ഫാദർ ലിബിൻ ചെമ്മണ്ണൂർ പീഠാനുഭവ സന്ദേശം നൽകി. തൃപ്രയാർ താനിം സെന്റ് പീറ്റേഴ്സ് ഇടവകയിൽ ദുഃഖവെള്ളി ആചരിച്ചു. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെ അനുസ്മരണമായി വൈകിട്ട് ഇടവക അതിർത്തിയിലൂടെ പരിഹാര പ്രദക്ഷിണവും തുടർന്ന് പീഡാനുഭവ സന്ദേശവും നടത്തി. പ്രാർത്ഥന ശുശ്രൂഷകൾക്ക് ഇടവക വികാരി ഫാദർ പോൾ കള്ളിക്കാടനും പരിഹാര പ്രദക്ഷിണത്തിന് ഇടവക കൈക്കാരന്മാരായ സണ്ണി ചിറയത്ത്, ജോർജ് വാലിക്കുടത്ത്, പ്രതീഷ് ചിറയത്ത് എന്നിവരും നേതൃത്വം നൽകി. ശനിയാഴ്ച തിരുകർമ്മങ്ങളുടെ ഭാഗമായി രാവിലെ 6:30 വിശുദ്ധ കുർബാനയും തുടർന്ന് മാമോദീസ വ്രതവാഗ്ദാന നവീകരണവും രാത്രി 11:30 ഈസ്റ്റർ തിരുകർമ്മങ്ങളും ആരംഭിക്കുമെന്ന് ഇടവക PRO ജെയിംസ് അരിമ്പോൾ പല്ലൻ അറിയിച്ചു. ഓട്ടോ ഓടിക്കുന്ന ദിവസവരുമാനത്തിൽ നിന്നും ഒരു വിഹിതം സഹപ്രവർത്തകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലേക്ക് നൽകി ഓട്ടോ ഡ്രൈവർ മാതൃകയായി. തൃത്തല്ലൂർ വെസ്റ്റ് SKSSF സഹചാരി സെന്റർ BIRK പ്രവർത്തകനായ ജാബിറാണ് കാരുണ്യ പ്രവർത്തനം നടത്തി മറ്റുള്ളവർക്ക് മാതൃകയാകുന്നത്. പണം സ്വരൂപിക്കാൻ തന്റെ ഓട്ടോയിൽ ബോക്സ് സ്ഥാപിക്കുകയായിരുന്നു ജാബിർ ചെയ്തത്. ഇതുവഴി ലഭിച്ച തുക സുഹൃത്തും ചെമ്പകശ്ശേരി ചുള്ളിയിൽ ധർമ്മരാജന്റെ മകനായ CD രാജേഷിന്റെ വൃക്ക മാറ്റിവെക്കലിനായി കൈമാറുവാനായാണ് ജാബിർ ഇത്തരത്തിൽ പണം സ്വരൂപിച്ചത്. ഓരോ ദിവസത്തെയും വരുമാനത്തിലെ ഒരു വിഹിതവും സുമനസുകളായ ഓട്ടോയിലെ യാത്രക്കാരുടെ സഹായവും ചേർത്താണ് ജാബിർ സഹപ്രവർത്തകന് വേണ്ടി സഹായം സ്വരുക്കൂട്ടിയത്. ചികിത്സയ്ക്ക് 30 ലക്ഷം രൂപ ചെലവ് വരുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. വാടാനപ്പള്ളി മഹൽ ഖത്തീബ് ഉമർ ബാഘവി പഴയന്നൂരിന്റെ സാന്നിധ്യത്തിൽ ജാബിർ CD രാജേഷിന് സഹായധനം കൈമാറുകയും ചെയ്തു. സഹചാരി സെന്റർ പ്രവർത്തകരായ സാബിർ വാടാനപ്പള്ളി, റിനാസ്, തെക്കേ മഹൽ കമ്മിറ്റി ഭാരവാഹികളായ ഷാഹു, ബഷീർ, CD രാജേഷ്, ചികിത്സാ കമ്മിറ്റി ഭാരവാഹികളായ കൺവീനർ PM റിയാസ്, കോർഡിനേറ്റർ അഷ്റഫ് വലിയകത്ത്, ജലാൽ BS എറോഡ്, ഷൈൻ ഇയാനി, ട്രഷറർ CD രതീഷ് എന്നിവർ കൈമാറ്റ ചടങ്ങിൽ പങ്കെടുത്തു. ഇതിനായി ഓട്ടോയിൽ സ്ഥാപിച്ചിരുന്ന ബോക്സും ഫിറ്റിംഗ്സുകളും ബോർഡുകളും സുമനസുകളായ സുഹൃത്തുക്കൾ ജാബിറിന് സൗജന്യമായി ആണ് നൽകിയത്. കൂടാതെ ജീവകാരുണ്യ രംഗത്ത് സജീവമായ ജാബിറിന്റെ ഓട്ടോയിൽ മറ്റൊരു ബോക്സ് കൂടിയുണ്ട്. മടക്കയാത്രയിൽ നിന്നും ലഭിക്കുന്ന വരുമാനം തീരദേശത്തെ മാറാരോഗം മൂലം ദുരിതമനുഭവിക്കുന്ന നിരവധി രോഗികൾക്ക് പാലിയേറ്റീവ് കെയർ ദിനത്തിൽ നൽകുന്നതിനായാണ് ആ തുക മാറ്റിവെക്കുന്നത്. സ്വന്തം കാര്യങ്ങൾക്കു മാത്രം പരക്കം പാഞ്ഞു നടക്കുന്ന ആധുനിക കാലത്തെ ജനങ്ങൾക്കിടയിൽ തികച്ചും വേറിട്ട ശൈലിയുമായുള്ള ജാബിറിന്റെ ജീവിതം മറ്റുള്ളവർക്കും പാഠമാകേണ്ട ഒന്നു തന്നെയാണ്. ശ്രീനാരായണ ഗുപ്ത സമാജം പുതിയ ഭരണസാരഥികളെ തിരഞ്ഞെടുത്തു. 2024 മാർച്ച് 24 ശ്രീനാരായണ ഗുപ്ത സമാജത്തിന്റെ ഭരണസമിതിയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ കക്ഷി രാഷ്ട്രീയത്തിനും ജാതി സംഘടനകൾക്കും അതീതമായി സൂര്യൻ പൂവശ്ശേരി നയിക്കുന്ന സമാജം സംരക്ഷണ സമിതിയുടെ പാനൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചതിനെ തുടർന്ന് ശ്രീനാരായണ ഗുരുദേവൻ ദീപപ്രതിഷ്ഠ നടത്തിയ കാരമുക്ക ശ്രീ ചിദംബര ക്ഷേത്രത്തിന്റെയും ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും കാഞ്ഞാണിയിലെ കെട്ടിടങ്ങളുടെയും മാർക്കറ്റിന്റെയും ഭരണ ചുമതലകൾ വഹിക്കുന്നതിന് പുതിയ ഭരണസാരഥികളെ തിരഞ്ഞെടുത്തു.
പ്രസിഡന്റായി ബിജു ഒല്ലിക്കാട്ടിലെയും ജനറൽ സെക്രട്ടറിയായി ശശി മാസ്റ്ററെയും ഖജാൻജിയായി ജയപ്രകാശൻ ഭണ്ഡാറിനെയും വൈസ് പ്രസിഡന്റായി സാജൻ കൂട്ടായെയും സെക്രട്ടറിയായി രതീഷ് കൂണത്തിനെയും മാനേജറായി പ്രദീപ് മാസ്റ്ററെയും കുറിയൻ കാഞ്ഞാണി കെട്ടിട സമുച്ചയം ഇൻചാർജായി വേണുഗോപാലൻ ചേർത്തേടത്തിനെയും തെരഞ്ഞെടുത്തു. സംരക്ഷണ സമിതി ചെയർമാൻ സൂര്യൻ പൂവശ്ശേരി അധ്യക്ഷത വഹിച്ചു. വാസുദേവൻ കാളിപ്പറമ്പിൽ, ഗോപി കോരത്ത്, സുനിൽകുമാർ കുറുവങ്ങാട്ടിൽ, ദിനേശ് മടത്തിപ്പറമ്പിൽ മറ്റു സംരക്ഷണ സമിതി അംഗങ്ങളും പങ്കെടുത്തു. ഇതോടുകൂടി ഗ്രാമി ഉച്ചവാർത്തകൾ ഇവിടെ അവസാനിച്ചു. നമസ്കാരം.